വാട്ട് ഓൾ യു ഷുഡ് അവോയ്ഡ് ഈ ഡയബറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ പീപ്പിൾ ലിവിങ് വിത്ത് ഡയബറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡയബറ്റീസിനെ പേടിക്കരുത്, ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പേടിക്കരുത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, നമ്മൾ പ്രാക്ടീസിൽ ഐ എം ഷുവർ പ്രദേശ് ഡോക്ടറും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന മെഡിസിൻ സൈഡ് എഫക്റ്റ്, മെഡിസിൻ കഴിച്ചാൽ കിഡ്നി പോവും. അപ്പം ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അധികം മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുക. അത് മാറ്റിയിട്ട് ഡയബറ്റീസ് എന്താണ് എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാക്കണം. നമ്മൾ അതിൽ എന്തിനാണ് നമ്മൾ ഡയബറ്റീസ് ഒരു വ്യക്തിയുടെ ട്രീറ്റ് ചെയ്യുന്നത്, യഥാർത്ഥ ഉദ്ദേശം ശരിക്കും ടാർഗറ്റ് ഓർഗൻ ഡാമേജ് തടയാനാണ്. ഡയബറ്റീസ് കാർന്ന് തിന്നുന്ന കുറേ അവയവങ്ങളുണ്ട്. ആ ഡാമേജ് നമുക്ക് തടയാൻ പറ്റും. ഇനിയിപ്പോൾ തടയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു കുറേ കാലത്തേക്ക് അത് നീട്ടി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെക്കാളുപരി ഒരു പേഷ്യൻറ്റിന് ഒരുപാട് റോളുണ്ട്, സ്വയം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പക്ഷേ ആളുകൾക്ക് അറിയില്ല, ദേ ആർ അൺഅവെയർ. ആ അവെയർനെസ് ഉണ്ടാക്കണം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ചിലർക്കൊക്കെ കുറേ അറിയാം, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ഷുഗേഴ്സിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. സോ ദേ മേക്ക് ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. പിന്നെ എപ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്നറിയില്ല. എല്ലാവരും ഫാസ്റ്റിങ്ങും PP മാത്രം നോക്കി അത് മാത്രം വെച്ചിട്ട് 10-15 വർഷം ഷുഗർ മാനേജ് ചെയ്യുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. ഒരു 3 മാസത്തിലൊരു ആവറേജ് ഷുഗർ നോക്കണമെന്നറിയില്ല, വർഷത്തിലൊരിക്കൽ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്നറിയില്ല, ഇടയ്ക്ക് ക്രിയാറ്റിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണമെന്നറിയില്ല. അപ്പോൾ അതെല്ലാം ഒരു ഡയബറ്റീസ്, ലിവിങ് വിത്ത് ഡയബറ്റീസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഫുഡിലെ കൺട്രോളിന് പുറമെ ഈ പറഞ്ഞ ടെസ്റ്റുകൾ സമയത്ത് ചെയ്യുക, ഒരു ഡോക്ടറെ റെഗുലറായിട്ട് കാണിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ എന്താ ചെയ്യുന്നത്, ഡോക്ടർ ആ ഡയബറ്റീസ് മാറ്റി കൊടുക്കില്ല, അയാളൊരു കുട ചൂടി കൊടുക്കുന്ന പോലെയാണ്. കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ കൊടുക്കുക, ഇന്നത് ചെയ്യണം. പിന്നെ അയാൾ സ്ഥിരമായിട്ട് കാണുന്ന, ഇപ്പോൾ പ്രദോഷ് ഡോക്ടർ പേഷ്യൻറ്റിനെ സ്ഥിരമായിട്ട് കാണുമ്പോൾ പുള്ളിക്ക് അറിയാം ഇയാൾക്കിപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമായി, അല്ലെങ്കിൽ ന്യൂറോപ്പതി നോക്കേണ്ട സമയമായി. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു മൈനർ സിംറ്റം പോലും അവഗണിക്കരുത്. കാരണം എന്താണ്, ഷുഗർ എപ്പോഴും സൈലൻ്റായിട്ടാണ് ഇതാക്കുക. അപ്പോൾ ഒരു ചെസ്റ്റിൽ ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. കാലിൽ ചെറിയ തരിപ്പോ വേദന ഉണ്ടെങ്കിൽ ഒന്ന് കാലിൽ ബ്ലഡ് സപ്ലൈ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. കാഴ്ചക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചെറിയതാണെങ്കിൽ പോലും അവഗണിക്കാതിരിക്കുക. ഓക്കെ സർ. അപ്പോൾ നമുക്കറിയാം ഈ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് ഇങ്ങനെ ഏർലി ആയിട്ട് ഈ പ്രീ ഡയബറ്റിക്കിലെ ഒന്ന് മനസ്സിലാക്കി അവർ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്തപ്പോൾ തന്നെ ഒരു ബാക്ക് ടു നോർമൽ ലൈഫ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഡയബറ്റിക് ഒരു ഡിസീസായിട്ട് നമ്മൾ പറയരുത്, എങ്കിലും അവർക്കൊരു നോർമൽ ഒരാളെ പോലെ ജീവിക്കാൻ തുടങ്ങിയ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? വളരെയധികം എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, കുറേ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മൾക്ക് കഴിഞ്ഞ 2 വർഷത്തിൽ തന്നെ 200ഓളം ആൾക്കാരെ നോർമലാക്കിയിട്ട് പോകാൻ പറ്റിയെന്നുള്ള ഒരു കാര്യമാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ പ്രമേഹ രോഗത്തിൽ നമ്മളിപ്പം പ്രോട്ടീൻ ലീക്ക്, മൈക്രോ ആൽബുമിൻ കൂടുതലാണെന്ന് വെച്ചാൽ അത് ഒരു പേഷ്യൻ്റ് ഒന്നല്ല, എത്രയോ പേഷ്യൻസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഗ്ലൂക്കോസിൻ്റെ കൺട്രോൾ നോർമലായി, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും പോസ്റ്റ് പാൻഡ്രിക് ഗ്ലൂക്കോസും ഒക്കെ നോർമലായിട്ടുണ്ട്. ആവറേജ് നോർമലാക്കി ഒരു 6 മാസം കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴത്തെ ഒരു മിസ്കൺസെപ്ഷൻ, ഇപ്പം ഡോക്ടർ അനിൽ സലീം പറഞ്ഞു, മരുന്നുകൾ കിഡ്നിനെ ബാധിക്കും എന്നുള്ളത്. അത് ശുദ്ധമായിട്ടുള്ള ഒരു അസംബന്ധമാണെന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ മരുന്നുകൾ ആക്ച്വലി ഇപ്പം കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ പ്രമേഹത്തിലുണ്ട്, ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ SGLT2 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുള്ള മരുന്നുകൾ നെഫ്രോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും ഒക്കെ പ്രമേഹം ഇല്ലാത്ത രോഗികൾക്ക് ഹാർട്ടിനെയും കിഡ്നിയെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള മെഡിസിൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഈ മെഡിസിൻസൊക്കെ എടുത്തിട്ട് ലൈഫ് സ്റ്റൈൽ കൺട്രോളും കൂടി ആയിട്ട് തന്നെ വലിയ ഇൻസുലിനൊന്നും ഇല്ലാതെ തന്നെ പ്രമേഹ രോഗികളുടെ ഈ പ്രോട്ടീൻ ലീക്ക് കംപ്ലീറ്റ്ലി മാറി നോർമലാവുന്ന നല്ല ശതമാനം രോഗികളുണ്ട്. ഈ പേഷ്യൻസ് ഒന്നും അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കില്ല. പക്ഷേ ഈ അസുഖം ചികിത്സിക്കാതെ കോംപ്ലിക്കേഷൻസൊക്കെ ആയി ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ഡാമേജ് കിഡ്നിക്ക് ഉണ്ടായി ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങി. ചില ആൾക്കാർ ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴുള്ള രോഗികളെ കാണുമ്പോഴുള്ള നമ്മളുടെ അവസ്ഥ എന്ന് വെച്ചാൽ, അതൊരു 20 കൊല്ലം മുന്നേ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഭക്ഷണ രീതി അന്നേരം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ,
ചില ആൾക്കാർ തടി കൊണ്ട് ഫാറ്റി ലിവർ വന്നിട്ട് ലിവർ ഫൈബ്രോസിസ് ആയി, സിറോസിസ് ആയി, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് നമ്മൾ കാണാൻ വരാറുണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യം, ഈ രോഗിയെ നമ്മൾ ഒരു 10-15 കൊല്ലം മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് തന്നായിരുന്നു. ഇപ്പം മുട്ട് മാറ്റിവെച്ച് നീ ആർട്രോപ്ലാസ്റ്റിക് ആക്ച്വലി നീ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് പേഷ്യൻസ് വരും. ഡോക്ടർ കാണുന്നത് വെയിറ്റ് കുറയാനാണ്. കാരണം അത് ഇതിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ തേയ്മാനം കൂട്ടുന്ന ഒരു ഘടകമാണ്. അന്നേരം ഇവർ നേരത്തെ വന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തുമോ എന്നൊക്കെയുള്ള ഒരു റിയാലിറ്റിയാണ്. അതാണ് എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. കാരണം നമുക്ക് തുടക്കത്തിലാണെങ്കിൽ പ്രോട്ടീൻ ലീക്ക് വരുന്ന സമയത്ത് തന്നെ ആൽബുമിനൂർ കംപ്ലീറ്റ്ലി മാറുന്ന എത്രയോ പേഷ്യൻസിന് കാണുന്നുണ്ട്. ഒരു എക്സാമ്പിളൊന്നുമല്ല, യു വിൽ ഗെറ്റ് മോർ ദാൻ ദാറ്റ്. അത്രയും രോഗികളെ കാണുമ്പോൾ കാണും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഒരു 80-90% രോഗികളിലും ഡയബറ്റീസ് എളുപ്പം കൺട്രോൾ ചെയ്യാം. അത് നമ്മൾ മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ റെയറായിട്ടുള്ള പേഷ്യൻസിന് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു റെയറായിട്ടുള്ള രോഗികളിൽ പലപ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയ്ക്ക് വരാം. ഇത് വളരെ അപൂർവമാണ്. പക്ഷേ മെജോറിറ്റി ആൾക്കാരും നമ്മൾ എളുപ്പം ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയിൽ ചികിത്സ എടുക്കാതെ വളരെ വളരെ കോംപ്ലിക്കേഷൻസിലായിട്ട് ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം എപ്പോഴും നമുക്കുണ്ടാവും. അത് ഞാൻ എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു കാര്യം, അത്രയും ഒരു സമയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ കാണുമ്പോൾ ഇനിയിപ്പം നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. അത് പലപ്പോഴും വിഷമമുള്ള ചോദ്യമാണ്. മനസ്സിലായില്ലേ? ഒരുപാട് ആൾമോസ്റ്റ് ഡെയിലി തന്നെ പറയാം. നമുക്കിപ്പോൾ ഡയബറ്റീസ് ഉള്ള വ്യക്തിക്ക് ഈ കാർഡിയക് ഇഷ്യൂസ് എപ്പോഴും സൈലൻ്റ് ആയതുകൊണ്ട്, പലപ്പോഴും സൈലൻ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് എന്ന് പറയുന്നത് ചെറിയ ബ്ലോക്കൊന്നുമല്ല, ലൈഫ് ത്രെട്ടനിങ് ബ്ലോക്ക് ആയിരിക്കും. ഹാർട്ടിൻ്റെ മെയിൻ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ ബൈപ്പാസൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ അയാൾ പിന്നീട് വരിക ഒന്നെങ്കിൽ വീട്ടിൽ കുഴഞ്ഞു വീണിട്ടായിരിക്കും, അല്ലെങ്കിൽ അറ്റാക്കായിട്ടായിരിക്കും. അപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രിവെൻഷൻ, കിഡ്നി ആണെങ്കിലും ഹാർട്ടാണെങ്കിലും കണ്ണാണെങ്കിലും എല്ലാം ലാസ്റ്റ് പുറത്തേക്ക് വരുമ്പോഴേക്ക് ആൾമോസ്റ്റ് ഡാമേജ് ഈസ് ഓൾവേസ് ഡൺ. അപ്പോൾ അതിനു മുമ്പേ എല്ലാം നോക്കി വെക്കുക. ഒരു ഏറ്റവും ബുദ്ധിപരമായ ഒരു സ്റ്റെപ്പ് അതായിരിക്കും.